NMR റസാക്കിന് പാലക്കാട് ആ സീറ്റ് നൽകിയതിൻ്റെ രഹസ്യം ഇതാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം പാലക്കാടെന്ന്. കാരണം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ 18,724 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിനെ വി ഡി സതീശൻ തെൻകണിയിൽപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി കളയുക മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി. MLA സ്ഥാനം കളയുവാനും അവർ ആകുന്നത് ശ്രമിച്ചു. പക്ഷേ സമയം വൈകിപ്പോയതുകൊണ്ട് മാത്രം നടന്നില്ല. ഹൈക്കോടതി പോലും ആരോപിക്കപ്പെട്ട കുറ്റത്തിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുകളൊന്നുമില്ല എന്ന് വിധി പ്രസ്താവിച്ചിട്ടും രാഹുലിനെ തിരികെ എടുക്കുകയോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ അനുവദിക്കുകയോ ചെയ്തില്ല. പകരം മിമിക്രിക്കാരൻ ബിഷാരടിയെ പാലക്കാട് UDF സ്ഥാനാർത്ഥിയാക്കി ഇറക്കിയിരിക്കുകയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? സതീശൻ്റെ ആ അഹങ്കാരത്തിൻ്റെ ബോധ്യത്തിൽ. രാഹുലിനെതിരെ ഇത്രയേറെ വ്യക്തിഹത്യകൾ നടന്നിട്ടും ആരോപണങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും പാലക്കാട്ടെ ജനങ്ങളെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികളെ ബാധിച്ചില്ല എന്ന് മാത്രമല്ല അവർ രാഹുൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എങ്കിലും മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചു. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലൂടെ അവർ പ്രതികരിച്ചു. പക്ഷേ രാഹുൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചില്ല. ജനങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഇത്രയും വാശിയേറിയ ഒരു മത്സരം നടക്കുന്ന പാലക്കാട് എന്തുകൊണ്ടാണ് LDF പാർട്ടി സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താതെ പാലക്കാട്ടെ ഒരു ഹോട്ടൽ മുതലാളിയും ഹോട്ടൽ അസോസിയേഷൻ്റെ ഭാരവാഹിയുമായ NMR റസാക്കിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നത് എന്നാണ്. ഇദ്ദേഹം ഒരു ഹോട്ടൽ വ്യവസായിയാണെങ്കിലും അത്ര ജനകീയനൊന്നുമല്ല. ഇതിന് ഉത്തരം ലഭിക്കണമെങ്കിൽ നാം ആദ്യം ഈ റസാഖ് ആരാണ്, അദ്ദേഹത്തിൻ്റെ എന്ത് കർമ്മത്തിനുള്ള പ്രത്യുപകാരമാണ് ഈ സ്ഥാനാർത്ഥി പദവി എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. ആരാണ് ഈ NM റസാഖ്? കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന KPM ഗ്രൂപ്പിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് NMR റസാഖ്. മലബാറിലെ പ്രമുഖ ഹോട്ടലുകളായ KPM റീജൻസി, NMR പ്ലാസ ഉൾപ്പെടെയുള്ള വിവിധ ഹോട്ടൽ ശൃംഖലകൾ NMR റസാഖിൻ്റെ നേതൃത്വത്തിലുള്ള KPM ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളാണ്. കേരള ഹോട്ടൽസ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് NMR റസാഖ്. കേരളത്തിലെ ഹോട്ടലുകളിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന പ്രമുഖരുടെ വിവരങ്ങൾ അറിയുവാൻ സോഴ്സുള്ള ആളാണ് NMR റസാഖ് എന്ന് ചുരുക്കം. ഇതിലെല്ലാം ഉപരി മറ്റൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉണ്ടായ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ അദ്ദേഹം പോലീസിൻ്റെ പിടിയിലായതും റെയ്ഡ് നടന്നതും പാലക്കാട്ടെ KPM റീജൻസി എന്ന ഹോട്ടലിൽ വെച്ചാണ്. 2026 ജനുവരി 11 പുലർച്ചെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ ഹോട്ടലിൽ നിന്ന് ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത്. ഹോട്ടലിലെ 2002 നമ്പർ മുറിയിൽ നിന്നാണ് രാഹുലിനെ അന്ന് പോലീസ് പിടികൂടിയത്. ഈ ഹോട്ടലിൻ്റെ ഉടമയാണ് NMR റസാഖ്. ഇനി മറ്റൊരു വിവാദമായ സംഭവം കൂടി പറയാം. ഉപതെരഞ്ഞെടുപ്പ് കാലത്തെ 2024 നവംബറിലെ ആ പാതിരാ റെയ്ഡ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് 2024 നവംബറിൽ ഇതേ ഹോട്ടലിൽ വെച്ച് വലിയ രാഷ്ട്രീയ വിവാദമുണ്ടായ ഒരു പോലീസ് റെയ്ഡ് നടന്നിരുന്നു. കള്ളപ്പണം സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്ന് കോൺഗ്രസ് നേതാക്കളുടെ മുറികളിൽ പോലീസ് അന്ന് രാത്രി പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആ നീലപ്പെട്ടി വിവാദം? മേൽപ്പറഞ്ഞ ഈ രണ്ട് സംഭവങ്ങളും അരങ്ങേറിയത് ഈ NMR റസാഖിൻ്റെ ഉടമസ്ഥതയിലുള്ള KPM റീജൻസിയിലാണ്. ചുരുക്കം പറഞ്ഞാൽ ഈ വിവരങ്ങളെല്ലാം പിണറായിക്കും ഷാഫിക്കും സതീശനുമെല്ലാം ലഭിച്ചത് ഈ NMR റസാഖിൽ നിന്നാണെന്ന് വ്യക്തം. അതുപോലെ രാഹുലുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളുമെല്ലാം ചോർത്തിയ പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് ഈ റസാഖാണ്. അതുകൊണ്ട് പിണറായി വിജയനും സതീശനും ഉണ്ടായ നേട്ടങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, ചില്ലറയൊന്നുമല്ല. കഴിഞ്ഞ 6 മാസക്കാലം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണകൂട വിരുദ്ധ വികാരം അലിഞ്ഞലിഞ്ഞ് ഇല്ലാതെയായി ജനങ്ങളുടെ ശ്രദ്ധ മുഴുവനും ഈ രാഹുൽ വിഷയത്തിൽ കേന്ദ്രീകരിക്കുവാൻ ഇവർക്ക് കഴിഞ്ഞപ്പോൾ ഇതിന് സഹായിച്ച NM റസാഖിനെ ഇപ്രകാരമെങ്കിലും ഇവർ സഹായിക്കേണ്ടേ? പാലക്കാട്ടെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഈ സംഭവം കൂടി നിങ്ങൾ മനസ്സിൽ വെക്കണം. ഇനി ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലേക്ക് ലഭിച്ച
പ്രതികരണങ്ങളിലേക്ക്. എന്റെ പേര് ഗോകുൽ രാജ്, പാലക്കാട് നിന്ന്. സുനിലെ ഒരു സന്തോഷ വാർത്ത, ഇവിടെ ശോഭാ സുരേന്ദ്രൻ ജയിച്ചു പാലക്കാട്. വിജയിച്ചതാണല്ലോ. അന്നേ വിളിച്ചു, ഇപ്പൊ ആയത് ഞാൻ സന്തോഷമായിട്ട് പറയാം. ഈ മാങ്കൂട്ടൊക്കെ എന്ത് തല്ലിപ്പൊളി, നിങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ടിട്ടാണ് ആ ചാനലൊക്കെ കാറ്റിട്ട് അവന് വേണ്ടി ചിത്രിച്ച്. ഇവനെന്താ ബുദ്ധിയില്ലേ? ഞാൻ ആലോചിച്ചോട്ടെ, ഇവന് 18 ദിവസം ജയിലിൽ കിടന്നില്ല, അതൊന്നും ഇല്ല ഇവൻ എന്താ പറ്റിയത് എനിക്ക് മനസ്സിലായില്ല. ഇവന്റെ രാഷ്ട്രീയ ഇതോട് തീരുന്നാ തോന്നുന്നത് വെച്ചോ. ഇവരൊരു സ്വതന്ത്രരായി നിന്നാ ഈസിയായി ജയിക്കരുത്, അറിയോ? എത്ര ജനങ്ങളാണ് ഇവിടെ പിന്നെ അനുകൂലമായിരുന്നു. ഇത് കണ്ടോ, യുവന്മാരുടെ മാനം പോകാതിരിക്കാൻ വേണ്ടി പിണറായി വിജയനും സതീശനും കൂടെ കണ്ടോ ഏറ്റവും കിണയായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് അവിടെ ഇട്ട് കൊടുത്തേക്കുന്നത്. ശരിയാ പറഞ്ഞത്. അവൻ കോടികൾ വാങ്ങിയിട്ടുണ്ട്. സുധാകരന്റെ പുറത്തൊക്കെ കോടികൾ വാങ്ങി. അതായത് APCC എത്ര കോടികൾ അവൻ വാങ്ങിയെന്നറിയുമ്പോ സുനിലെ എന്താ ചെയ്യവിടെ? കോടികൾ ഇറക്കി. ഇത് ചിലപ്പം അയാൾ തന്നെ പോകും മൂന്നാമത്തെ ഇതിൽ കൂടി. ഇവൻ എന്താളാ ചെയ്യുന്നത് സതീശൻ? ഇപ്പൊ തന്നെ ഇത് മോള് ജയിച്ച ഇവിടെ ചന്ദ്രനാർ കോളനിയിൽ അവിടെ വീടെടുത്ത്, ഇവിടെ ശോഭാ സുരേന്ദ്രൻ വേറെ ആള് വേറെ വീടെടുത്ത് തീർന്നു. നല്ല 239 വീട്. എന്താ എത്ര ഇത്? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ശരിക്കും ഒരു സ്വതന്ത്രനായി മനസ്സിട്ട് എത്ര പാവങ്ങൾ ഓൾ ഓവർ വേൾഡ്, ലോകം മുഴുവൻ അവന് വേണ്ടി ഇതാക്കിയതല്ലേ. എന്നിട്ട് ഇവനെ എന്ത് കളി കളിക്കുന്നു? ഈ റസാഖിന് എന്തുകൊണ്ടാണ് ഈ വിജയനും ഇവന്മാരും സീറ്റ് കൊടുത്തത്? അതെന്താണ്? റസാഖിനോട് മുസ്ലിം 20,000 വോട്ടുണ്ട്. കുറെ 10,000 വീട്ടിൽ പോയ BJP ഉഷുവറായില്ലേ? മനസ്സിലായി? ഇതുവരെ അവരെ മുസ്ലിം ഇല്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം മാങ്കൂട്ടം ജയിക്കുമ്പോൾ 20,000 വോട്ട് ജയിച്ചത് മുസ്ലിം വോട്ടുണ്ട് ഇവിടെ. അതാണ് ആ മുസ്ലിം വീട്ടിൽ പോകുക റസാഖിന്റെ 10,000. അതായത് ആ മുസ്ലിം വോട്ടിനെ ഭിന്നിപ്പിച്ച് ഇതാക്കാൻ വേണ്ടിയാണ്. അതാണ് BJP ഈസിയായി ജയിക്കുമല്ലോ. മനസ്സിലായോ? അതിനുള്ള തന്ത്രമാണ് റസാഖിനെ അവിടെ നിർത്തിയത്. എന്താ മാങ്കൂട്ടൊക്കെ ചെയ്ത് വളരെ സങ്കടം. എത്ര അമ്മമാര് അവന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. എന്റെ പേര് ശശിധരൻ, ഞാൻ കൊട്ടാരക്കരന്ന് വിളിക്കുന്നത്. ഇവ എന്താ കാണിക്കുന്നത്? ഈ VD സതീശന് എന്താ പരിപാടിയാ? ലോകത്തിലെ എല്ലാവരും വെച്ചിട്ട് ഇപ്പൊ തന്നെ അവിടെ തന്നെ പാലക്കാട് അവർ തന്നെ മറ്റേ ശോഭാ സുരേന്ദ്രന്. കാരണം ഈ പിശാരണിയൊക്കെ അവിടെ എടുത്തിട്ട് എന്തോ ചെയ്യാനൊക്കെ ഉണ്ടാകും. ഇപ്പൊ മനഃപൂർവ്വം കുത്തുവാള എടുപ്പിക്കാൻ ഈ കോൺഗ്രസിന്റെ പാർട്ടിയെ കുറിച്ച് നമ്മൾ ഇതിനകത്തൊരു വിശ്വാസി എത്ര കാലം കൊണ്ട് ഇതിനകത്ത് വിശ്വസിച്ച് നടക്കുന്നൊരു ഇതാണ്. കാരണം ഇവിടെ ഇയാൾ കൊട്ടാരക്കരയൊക്കെ ഐഷാപോറ്റിയൊക്കെ വന്നിട്ട് ഇവനെ താങ്ങി എടുക്കുമ്പോൾ തറയിൽ ഇടണമായിരുന്നു. അതായിരുന്നു ചെയ്യേണ്ടത്. ഇവനെ താങ്ങി എടുക്കാൻ കൂലിക്കാളെ നിർത്തിയേക്കണോ എന്തോ? ഇത് അവിടുത്തെ നിങ്ങളുടെ നാട്ടുകാരാണോ? എനിക്കറിയത്തില്ല. കാരണം ഇവിടെ കൊടിക്കുന്നിലൊക്കെ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചോട്ടെ, ഇവനൊന്നും ആംബിയർ ഇല്ലെന്നാ ചോദിക്കുന്നത് ഞാൻ. കാരണം എന്ന് പറഞ്ഞാൽ ഇവനെ എന്തോത്തിനാ താങ്ങി എടുക്കുന്നത്, എന്തോ കാണിക്കുക. ഇതെല്ലാം ജനങ്ങൾ കണ്ടുപിടിക്കല് പറയും. ഈ ജനങ്ങള് ഈ കാറിന്റെ ഈ സ്വാനിൽ തന്നെ ഞങ്ങൾ രാത്രി 12-1 മണി വരെയൊക്കെ ഞാൻ കാണുന്നത്. കാരണം ഇത്രയും അതിന്റെ പ്രതികരണങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് പോലെ. കാരണം ഇപ്പൊ നിങ്ങൾ 4 ചാനലിന്റെ കാര്യങ്ങൾ പറഞ്ഞു. കാരണം ഇത്രയും അർത്ഥവത്തായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ഇതാര് ഇതിന്? പക്ഷെ ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവനെ വേറെ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയ മറ്റു കാര്യങ്ങളോ ചെയ്തുകൊണ്ടായിരിക്കും അവൻ ഒതുങ്ങി നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു. വേറെ ഏതെങ്കിലും ചിലപ്പോൾ ഭീഷണി വല്ലതും പെടുത്തി. കാരണം എന്ന് പറഞ്ഞാൽ കാരണം ഒരു മനുഷ്യനല്ലേ ഒരു പയ്യനെ. കാരണം ഇത്രയും പ്രായത്തിൽ ആരാ ഈ ഞാനിപ്പോ തന്നെ ഇങ്ങനെ ഗണേശൻ അവന്റെ ഇവിടെ പിള്ളേർ ഞാൻ ഇവിടെ വളാത്തുള്ളൂ. ഞാൻ വിലങ്ങര കൊട്ടാ എന്റെ വീടിനടുത്ത് എന്റെ അമ്മയുടെ സ്ഥലത്തല്ലോ വളകം. ഇവൻ എന്നെ അതോടുകൂടി പിടിച്ചിട്ടാ 2ാം ഭാര്യ പിടിച്ച് വെച്ചിട്ട് അവർക്കുള്ള ഗൺമാനും മറ്റേരും കൂടെ ഇവരെ വിരട്ടിയിട്ട് 112 വിളിച്ചു പറഞ്ഞിട്ട്. കാരണം ഇത് വെച്ചിട്ട് ഇപ്പം തന്നെ കോൺഗ്രസ്സുകാരെ അവിടെ വന്ന് പ്രതികരിച്ച് ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത് പറയാൻ വന്നേ. അല്ലെങ്കിൽ ഇത്രയും നികൃഷ്ടമായിട്ട് കാണിച്ച യവനെ ചേർത്ത് പിടിക്കുന്നത് ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നത് ആരും ഇതൊക്കെ കാണിക്കുന്നതിൽ പിണറായി ഏറ്റവും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവന്റെ പാർട്ടിക്കാരെ ചേർത്ത് പിടിക്കാൻ ഇതുപോലെ കഴിവുള്ള എത്ര തോന്നിവാസം കാണിച്ചിട്ട്. കാരണം എന്താണ് യവനെ എന്തിനാ സാറേ താങ്ങി എടുത്തുകൊണ്ട് നടക്കുന്നത്? അവിടെ ആ എഴുതോണ് തന്നെ ഞങ്ങളൊരു സമ്മേളനത്തിന് പോയി. നാട്ടുകാരാണ് താങ്ങി എടുക്കുന്നത് അതോ ഇവൻ കൂലിക്കാളെ കൊണ്ടുവരികയാണോ ഇവനെ താങ്ങി എടുക്കാൻ വേണ്ടി? കാരണത്ത് വരുമ്പം ഇവൻ കുറെ ആളുകളെ അവിടുത്തെ ആരെന്തായിരിക്കത്തൊന്നുമില്ല. ഇവിടെ ഹരി എന്ന് പറയുന്ന DCC മെമ്പറാണ് ഇവിടുത്തെ കൊടുക്കുന്നില്ല ഞങ്ങളുടെ പാർട്ടി ഓഫീസിലെ കൊട്ടാരക്കര. പക്ഷെ എനിക്ക് തോന്നുന്നു അവൻ അവന്റെ കൂടെ വേറെ വണ്ടി കാണുമായിരിക്കും തോന്നുന്നു കേട്ടോ. അവനെ താങ്ങി എടുത്ത് കൊണ്ടുവന്നിട്ട് കൊച്ചു പിള്ളേർ നമ്മൾ താങ്ങി എടുത്തുകൊണ്ട് പോകുന്ന സ്റ്റേ കൊണ്ട് ഞാൻ അതായിരിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ ഇവിടുത്തുകാരനും താങ്ങി എടുക്കത്തില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ ഐഷാപ്പറ്റിയുടെ ഒരു വണ്ടി പ്രതികരണത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് അവർക്കുള്ള പാർട്ടി ഓഫീസിന്റെ അവിടെ ആ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ വന്നിട്ട്. അങ്ങനെ ഇത്രയും ഇതിന്റെ വാദ്യമേളവും മറ്റു കാര്യങ്ങളും കൊണ്ട് യവനെ ഇത്രയും ജനങ്ങളിലെയോ നിങ്ങൾ പറയുന്ന ഇത് ഇത്രയും സത്യവത്തായിട്ടുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഇത് ജനങ്ങളുടെ തലയിൽ കയറുന്നില്ലയോ? കാരണം ഇത്രയും
ഞങ്ങൾ ഇപ്പോഴും കോൺഗ്രസിന്റെ ഇതിന്റെ ഈ പൈസപ്പറ്റിമാര് ഇതിന്റെ കാര്യത്തെക്കുറിച്ച് ഓരോ പ്രവർത്തനത്തിനും കാര്യങ്ങൾക്കും നമ്മൾ പോവുകയും കാര്യങ്ങളും ചെയ്യുന്നു. ഈ സുധാകരനൊക്കെ ആരാ കണ്ണൂരിലെ സിംഹാവൻ? സുധാകരൻ നിൽക്കുന്നില്ലേ സാറേ? സുധാകരനെ ഒതുക്കിയില്ലേ? സുധാകരൻ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? അല്ല പിന്നെ ഹൈക്കമാൻഡ് ഇത് മേടിച്ചെന്ന് പറഞ്ഞിട്ടോ ഡൽഹിയിൽ പോയിട്ട് അതെല്ലാം അട്ടിമറിച്ചില്ലേ ഇവന്മാര്? സുധാകരൻ നിൽക്കുന്നില്ല എന്തായാലും. ഇല്ലില്ല. ഇത് എന്തുവാ ജനങ്ങൾ മിണ്ടാത്ത നമ്മളിത് ജനങ്ങൾ നാക്കെടുക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ഇത്തവണ ഈ തേങ്കണി വീരനൊക്കെ നിങ്ങൾ ചെയ്യുവോ? വോട്ട് ചെയ്യുവോ? ഇല്ലില്ല ഞാൻ അവനെ അത്രമായിട്ട് കാരണം പറഞ്ഞ് ഇവിടെ ഇപ്പൊ ഐഷാപ്പൂറ്റിയാണ് നിൽക്കുന്നത് കൊട്ടാരക്കര. കാരണം ഇപ്പൊ അവര് നിൽക്കുമ്പോൾ ഒരു മാറ്റം വരണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം ബാലഗോപാൽ കുറച്ച് ഇവിടെ വെച്ചില്ലയോ, പിന്നെ ഇവിടെ അവർക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ ഒരു ഉദ്ദേശം അതാ. കാരണം പറഞ്ഞ് ഒരു മാറ്റം വരുന്നതിന് വേണ്ടിയിട്ട് മറ്റേ ബാലഗോപാലിനെ ചെയ്യത്തില്ല. കാരണം പറഞ്ഞ ഇവിടെ നോക്കുന്നത് ഞങ്ങളിപ്പോ ഐഷാപ്പൂറ്റിയുടെ ഒരു മാറ്റം വന്നപ്പോൾ അവർ ഇങ്ങനെ വന്നിട്ട് ഗവന്മാർ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ചെയർമാനും ഒക്കെ ആയിട്ട് അവർക്ക് കാറില്ലാത്ത മാറിയെന്ന് പറയും. അവരിവിടെ കൊട്ടാരക്കര തന്നെ ആ ട്രാൻസ്പോർട്ട് ഇവിടെ ഒരുപാട് കോംപ്ലക്സ് ഞങ്ങളുടെ കോടതി തൃക്കണാകുള കോടതിയൊക്കെ അവരെ ഉണ്ടാക്കിയത് നേരത്തെ MLA ആയിരുന്ന സമയത്ത്. കാരണം ഇവിടെ ഒത്തിരി വികസനങ്ങളും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റല്ലാതുള്ള കാര്യങ്ങൾക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞ് നിങ്ങളുടെ ഇതിൽ നിങ്ങളുടെ ഈ പ്രതികരണം കൂടെ ഈ ചാനലിൽ ഇല്ലായിരുന്നെങ്കിൽ എന്തുവായിരുന്നെ ഇവനെ എനിക്ക് വന്ന ചിലപ്പോൾ മരണപറ്റി ഇതിലൊക്കെ എല്ലാം ഇവന് ഭീഷണി വല്ല ഉണ്ടായ ഇവന്മാർ വില വീടുകളെ വെച്ചെങ്ങാണ് കണ്ട് പിണറായി ചെയ്യുന്നോളാണ് എനിക്ക് തോന്നുന്നത്. അതാണെന്ന് പറയും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.